അസ്സലാമു 5 മണിക്ക് തുടങ്ങിയതാണ് പറയുന്നത്. ഏകദേശം 10 മണിയാവാറായി എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ഈ പരിപാടി ഇങ്ങനെ നടക്കാൻ പോകുന്നത്. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പിറകിലിരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ, ഇത്രയും നേരം ഇരിക്കാൻ മാത്രം എന്ത് തരത്തിലുള്ള ഒരു ലീഗാണ് ഇവരുടെയൊക്കെ മികത്ത് കൂടിയത് എന്നാണ് ഞാൻ സത്യത്തിൽ ആലോചിച്ചത്. ഞാൻ അബൂബക്കർ സാഹിബോട് ചോദിക്കുന്നത്, ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ സാധാരണ KMCCയുടെ പരിപാടിയിൽ നിന്നൊരു വ്യതിരക്തതയുണ്ട്. ഒക്കെ യുവാക്കളാണ്, 40-45 ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നണെങ്കിൽ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല, ഒരു 40-45 ഉള്ളവരാണ്. അത് സാധാരണയിൽ നിന്ന് വ്യതിരക്തമായ ഒരാൾക്കൂട്ടമാണ്. പ്രവാസ ലോകത്ത് ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ആൾക്കൂട്ടത്തെ കൂട്ടിയിരിക്കുക അത്ര എളുപ്പമല്ല എന്ന കാര്യവും. നിങ്ങൾ 5 മണിക്കൂറൊക്കെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട BP മുസ്തഫ സാഹിബും അബൂബക്കർ അലിമർ സാഹിബിനും ചില്ലറ ധൈര്യമൊന്നും പോരാ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം പുതിയ കാലം അങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട്, മലയാള സിനിമ പോലും അതിൻ്റെ സമയം കുറച്ചു കൊണ്ടുള്ളൊരു കാലം അല്ലേ. സാധാരണ 30 സെക്കൻഡാണ് ഒരു റീലിൻ്റെ സമയം, അത് കുറച്ചിപ്പോൾ 5 സെക്കൻഡ് സ്നാപ്പ് റീലുകൾ ഇറങ്ങുന്ന ഒരു പുതിയ കാലത്താണുള്ളത്. അതിനുപോലും നമുക്ക് സമയമില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുണ്ട് 2 കാര്യത്തിനാണ് നമ്മൾ കാര്യമായി പൈസ ചിലവാക്കാറുള്ളത്. നമ്മളെല്ലാം പൊതുവെ അങ്ങനെയാണ് പറയാറ്. ഒന്ന് ആരോഗ്യകാര്യത്തിനാണെങ്കിൽ, രണ്ടാമത്തൊന്ന് നമ്മളെ വീട്ടിലൊരു കല്യാണത്തിനാണ് അല്ലേ. ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കാതിനാണ്. വീട്ടിലെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ എന്തിനാണ് പൈസ ചിലവാക്കാന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായം. പലർക്കും ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതാവും, പലർക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. പക്ഷെ പുതിയ തലമുറയോട് എന്തിനാണ് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫുഡ് കൊടുക്കുന്നതിനേക്കാളും ഓർണമെന്റ്സ് വാങ്ങുന്നതിനേക്കാളും ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി സമയവും പണവും അവർ ചിലവഴിക്കുന്നത് സേവ് ദി ഡേറ്റിന്റെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. എന്ന പോലെ അങ്ങനത്തെ ഒരു കാലത്ത് ഒരു നവാഗത സംഗമം വിളിച്ചിരുത്തിയിട്ട് 5 മണിക്കൂറുകൾ ഇരിക്കും, ഞാൻ കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയുന്നവർക്കും അത് കേട്ട് ഇരിക്കുന്നവർക്കും ചില്ലറ ധൈര്യം മതിയാവില്ല. എന്തായാലും ഈ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രവാസ ലോകത്ത് പഴയ കാലത്ത് ഒരു വീഡിയോ ഇവിടെ കാണിച്ചു. യഥാർത്ഥത്തിലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ആ വീഡിയോ തന്നത്. അതായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രവാസി. ഇന്ന് പ്രവാസത്തിന് ഫീലൊന്നുമില്ല. കാരണം 4 ദിവസം മുമ്പാണ് അബൂബക്കർ സാഹിബ് വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞു എന്നാ വരാം, ടിക്കറ്റ് അയച്ചു. ഒരു ടിക്കറ്റ് അയച്ചു. ഞാൻ രാവിലെ കൊണ്ട് വന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങൾ ഇന്ന് നേരം വെളുത്തപ്പോൾ അവിടെ എത്തി, ഇന്നലല്ലേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ പ്രവാസത്തിൻ്റെ മാറ്റം. അത്രയും എളുപ്പമായിട്ടുണ്ട് പ്രവാസം എന്ന് പറയുന്നത്. ഇന്ന് പ്രവാസം ഒരു വലിയ പ്രതിസന്ധി ഒന്നുമല്ല. ഞാനൊരു പ്രവാസിയുടെ മകനായി പിറന്ന ഒരാളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മദ്രസ ഇല്ലാത്തത് കൊണ്ട് ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് ഓഫീസ് റൂമിലെ ലാൻഡ് ലൈനിൻ്റെ താഴെ വന്ന് കിടന്നുറങ്ങും. കാരണം ഉപ്പയുടെ കോള് വെള്ളിയാഴ്ച രാവിലെ 7-7:30 മണിക്കാണ് ലീവ് കിട്ടുന്ന സമയത്ത് കോള് വരാൻ. അങ്ങനെ കാത്തിരുന്നൊരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കണം, കാരണം വാപ്പ റൂമിലെത്തി അപ്പം വീഡിയോ കോൾ ചെയ്യും. അതുകൊണ്ട് എവിടെയുള്ളതെന്ന് അറിയാതിരിക്കാൻ തൽക്കാലം നമ്മൾ ഓൺലൈൻ ഇല്ല എന്ന് പറയേണ്ട ഒരു കാലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ മാറ്റങ്ങളൊക്കെ പ്രവാസ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും KMCCയുടെ പ്രവർത്തനം വേറെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. 50 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യായുസ് കാലമാണ്. ആ ഒരു മനുഷ്യായുസ് കാലം ഒരു സംഘടന തളരാതെ തകരാതെ ആർക്കു മുമ്പിലും തല കുനിക്കാതെ അഭിമാനത്തോടു കൂടി ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ നിന്നല്ല ലോക സമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ ആ 4 അക്ഷരത്തിന്റെ പേര് KMCC ആണ് എന്ന് അഭിമാനത്തോട് നമുക്ക് പറയാം. ഇവിടെ കുഞ്ഞുമൻകാക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, 100 കോടി രൂപ ഞാൻ കുടുംബത്തിന് വിതരണം ചെയ്ത് ഇവിടുത്തെ KMCC അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ നോക്കി എത്ര പൂജ്യമാണ് 100 കോടിക്ക് ഉണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും നോക്കിയോന്ന് എനിക്കറിയില്ല. 10 പൂജ്യമുണ്ട് ഒന്നിനപ്പുറത്ത്. അതൊരു ചില്ലറ അധ്വാനം തന്നെ. എന്താ KMCC? എന്നോട് ഇവിടുന്ന് പിന്നെ നിങ്ങളുടെ പ്രസിഡന്റ് അരിമ്പ്ര പറഞ്ഞത്, നിങ്ങൾ KMCC എന്താണ്, നവാഗതരാണല്ലോ, KMCCയെ കുറിച്ചൊക്കെ പറയണമെന്നാണ്. ഞാൻ കൂട്ടുകാരോട് പറയുന്നത് ഒന്നുമില്ല, 10 പൂജ്യത്തിന്റെ വില അറിഞ്ഞാൽ മതി KMCC എന്താണ് എന്നറിയാം. അതിനപ്പുറത്തേക്ക് ഒരു വാചകത്തിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ചില്ലറ കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ എന്തിനു വന്നത്? അവിടെ സംഘടന ഉണ്ടാക്കാൻ വന്നവരാണ്? അല്ലല്ലോ. KMCCയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ എല്ലാവരെയും പോലെ കുടുംബം പോറ്റാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിലെ ഒരു സാധനം അവരെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അത് അവരിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അല്ലബീർ ഗ്രൂപ്പിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ മെഡിക്കൽ മേഖലയിൽ ഇടപെടൽ നടത്തുന്നു. ആരെങ്കിലും മരണപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഓടിയെത്തും. നേരത്തെ അദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞങ്ങളിങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോൾ അല്ലബീറിൽ ഒരു മരണം സംഭവിച്ചു. ഞാൻ ആ വാചക ശ്രദ്ധിച്ചത്, അല്ലബീറിൽ ഒരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഓടി അവിടെ എത്തി. അത് ശരി വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് ആലിങ്ങളും സംസാരിച്ചത്.
എന്ന് വെച്ചാൽ ഒരു മരണം സംഭവിച്ചത് മലയാളിയായപ്പോഴേക്കും അവിടെ ഓടിയെത്തുക, മലയാളിയാണെന്ന് പോലും പറഞ്ഞിട്ടില്ല, അവിടെ ഓടിയെത്താൻ കഴിയുന്ന എന്തോ ഒന്നും അവരുടെ ഉള്ളിൽ ഉണ്ടായി. 100 കോടി രൂപ ഇവിടുന്ന് കളക്ട് ചെയ്ത് അത് സിസ്റ്റമാറ്റിക്കായി ഇവിടുന്ന് പോകുന്ന ആളുകളുടെ, മരണപ്പെടുന്ന ആളുകളുടെ, ആക്സിഡന്റ് പറ്റുന്ന ആളുകളുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ അവരെ നിരന്തരം കർമ്മനിരതരാക്കി എന്തോ ഒന്ന് അവരുടെ ഉള്ളിൽ ഉണ്ടായി. അല്ലെ, ഇവിടെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ കോവിഡ് കാലം KMCC എന്താണ് എന്ന് എതിരാളികൾ പോലും കൈയടിച്ചറിഞ്ഞത് കോവിഡ് കാലത്താണ്. ജീവൻ പണയം വെച്ചും ഏതെങ്കിലും ഒരു റൂമിനകത്ത് വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്നെ രോഗം പിടിപെടുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുന്നവരും പുറത്തിറങ്ങാൻ കഴിയാതെ രോഗം പിടിപെട്ട് ബെഡിൽ കിടക്കുന്നവർക്കും ഒരുപോലെ സാന്ത്വനം എത്തിക്കാൻ KMCC പ്രവർത്തകന്മാർ കഴിഞ്ഞത് എന്തോ ഒന്ന് അവരുടെ ഉള്ളിലുണ്ടായതാണ്. ആ ഒന്ന് മറ്റൊന്നുമല്ല, അത് നാട്ടിൽ നിന്നൊരു പച്ച പതാകയിലെ നക്ഷത്രവും ചന്ദ്രക്കലയും ചേർത്ത് വെച്ചൊരു വികാരം അവരുടെ ഉള്ളിൽ ഉണ്ടായി എന്നത് മാത്രമാണ്. അത് ഏത് നാട് കടന്നാലും ഏത് ലോകം കടന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല, അത് അങ്ങനെ നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ പശ്ചിമേഷ്യൻ മണ്ണിന്റെ സ്വഭാവം നമുക്കറിയാം. ഈ മണ്ണിലെ കാറ്റിന് രാഷ്ട്രീയത്തിന്റെയും പോരാട്ടത്തിന്റെയൊക്കെ മണമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് KMCC എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനം കേവലം ഒരു പ്രവാസി സംഘടന എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ എന്നല്ല ലോകത്തിന്റെ തന്നെ വിവിധ രാജ്യങ്ങളിൽ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി ഈ 4 അക്ഷരം മാറിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഈ പ്രവാസികൾ എന്നത് അതിജീവനത്തിന്റെ ഒരു കാലത്തിന് വേണ്ടി വരുന്നവരാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നയിക്കുന്ന ഒരു കാലത്ത് ആ അതിജീവന പോരാട്ടത്തെയും മറികടക്കുന്ന ഒരു ഇപ്പൊ പശ്ചിമേഷ്യ പ്രത്യേക സാഹചര്യമുണ്ട്. ഏത് സമയത്തും യുദ്ധം കടന്നു വരാം. നമ്മളൊക്കെ അത് അങ്ങനെ ഒരു ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ആശങ്കയിലാണ്. പശ്ചിമേഷ്യൻ ജനത അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഏറ്റവും പെട്ടെന്ന് അങ്ങനെ ഒരു പ്രതിസന്ധി കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിന്റെ അകത്തിരുന്നും നിങ്ങൾ ഈ പ്രവാസി കൂട്ടായ്മക്ക് കീഴിൽ നിന്ന് നാളെയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സംസാരിക്കുകയും നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നാളെ ഈ ജനതയ്ക്ക് വേണ്ടി നന്മയുണ്ടാകാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വൈകാരികതയാണ്, വല്ലാത്തൊരു ചിന്തയാണ്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പോലും രാഷ്ട്രീയത്തിന് പലമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയൊരു പ്രസംഗം നടത്തുന്നില്ല, അതിനൊരു സമയമൊന്നും ഇപ്പം ഇല്ല. നിങ്ങൾ മണിക്കൂറുകളായി കാത്തിരിക്കുന്നവരാണ്. 1-2 വർത്തമാനങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് വലിയ സമര പോരാട്ടങ്ങൾ നടക്കുന്നു, ജൻസി പോരാട്ടങ്ങൾ നടക്കുന്നു. ആ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ നിന്ന് കഴിഞ്ഞ 12 വർഷക്കാലമായി ആര് കുലുങ്ങിയാലും ഞങ്ങൾ കുലുങ്ങൂല എന്ന് പറഞ്ഞ ഭരണകൂടത്തിന്റെ ഒരു മന്ത്രി രാജിവെച്ച് നാണം കെട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതാവ് പറഞ്ഞൊരു വാചകമുണ്ട്. ആ പറഞ്ഞ വാചകം, ഇന്ത്യൻ ഭരണഘടന ശക്തമാണ്, ആ ഭരണഘടന ഉള്ള കാലത്തോളം ഞങ്ങൾ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കും, ഞങ്ങൾ അടുത്ത സമര പരിപാടിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഈ സമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കാൻ പ്രതീക്ഷ നൽകിയ രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് ചുവപ്പും കറുപ്പും നിറമുള്ള ഒരു ചട്ടയുള്ള ചെറിയ പുസ്തകം ഉയർത്തിപ്പിടിച്ചിട്ട് ഈ പുസ്തകമാണ് എനിക്ക് പോരാടാനുള്ള പോരാട്ടത്തിന്റെ ആത്മധൈര്യം എന്ന് പറയുന്നതും രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ഈ ഭരണഘടനയാണ് ഏറ്റവും പ്രധാനം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട KMCC പ്രവർത്തകന്മാരോട് പറയുന്നത്, നമ്മൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം, ഇന്ത്യൻ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം എന്ന രീതിയിൽ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്? ജൻസി തലമുറയുടെ സമരത്തിൽ ആവേശഭരിതമാകുന്ന നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്, ഇന്ത്യയിലെ ന്യൂനപക്ഷം നിലയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് നമുക്ക് നൽകുന്ന ആത്മാവ്? ആ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും നൽകുന്ന ആത്മവിശ്വാസം എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കാൻ സാധ്യമാകുന്നത്? പുതിയ കാലത്തിന്റെ സമര പോരാട്ടങ്ങളുടെ സമരവീതികൾ ഓർമ്മപ്പെടുത്തുന്ന ഇന്ത്യൻ തെരുവുകളിൽ നിന്ന് അതിനെ വായിച്ചെടുക്കാൻ നിങ്ങൾ കഴിയണം. എന്നാണ് ജൻസി ജൂൺ മാസം 26-നാണ്. അതല്ലെങ്കിൽ കഴിഞ്ഞ ഭരണകൂടം അധികാരത്തിൽ വന്ന ശേഷമുള്ള അംബ്രല്ല സമരങ്ങളിലൂടെയാണ്. അതിലൂടെയാണ് ഈ രാജ്യത്ത് പുതിയ തലമുറയുടെ സമരം നമ്മൾ കണ്ടത്. അന്നാണോ രാജ്യം ഉണ്ടായത്? അല്ല. അന്നാണോ രാജ്യത്തിന്റെ പ്രതിസന്ധി ഉണ്ടായത്? അതുമല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നരേന്ദ്രമോദി വന്നപ്പോഴാണോ പ്രതിസന്ധി ഉണ്ടായത്? ഒരിക്കലുമല്ല. നരേന്ദ്രമോദി 2ാമത് അധികാരത്തിൽ വന്നപ്പോഴാണോ പുതിയ പോരാട്ടം ആരംഭിച്ചത്? അതുമല്ല. ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോളം പാരമ്പര്യമുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രതിസന്ധികൾക്കും ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്, ഈ രാജ്യത്തിന്റെ പിറവിയോളം പാരമ്പര്യമുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്, രാജ്യത്ത് ആദ്യമായി ബ്രിട്ടീഷ് അധിനിവേശം കടന്നു വരികയും പിന്നീട് ഈ രാജ്യത്തേക്ക് മറ്റ് അധിനിവേശ ശക്തികൾ കടന്നു വരികയും ഈ രാജ്യത്തെ അവർ പൂർണ്ണമായി ബ്രിട്ടീഷുകാരൻ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലം മുതൽ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് 1947 ഓഗസ്റ്റ് 10 രാജ്യം സ്വതന്ത്രമാകുന്നതിന്റെ ആവേശഭരിതമാകുന്ന നാൾ മുതൽ നമ്മുടെ യൂണിയൻ ഇന്ത്യ പിറക്കുന്നുവെങ്കിൽ ആ പിറക്കുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രി 12 മണിക്ക് മറ്റൊരു രാജ്യത്തിന്റെ വിഭജനം നടക്കുന്നുണ്ട്. അന്ന് മുതൽ പുതിയ പോരാട്ടം ഈ രാജ്യത്ത് ആരംഭിക്കുന്നുണ്ട്. മോഡി വന്നപ്പോൾ ആരംഭിക്കുന്ന പ്രതിസന്ധിയോ മോഡി വന്ന ശേഷം ആരംഭിക്കുന്ന പോരാട്ടമോ അല്ല.
ഇന്ത്യൻ ജനതയുടെ പോരാട്ടം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മൈനോറിറ്റിയുടെ പോരാട്ടം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ വിഭജനത്തിന്റെ കാരണം ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇവിടുത്തെ ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞുയർത്തിയ മുദ്രാവാക്യം ആദ്യം വിളിച്ചത് 47-ലാണ്. അന്ന് മുതൽ ഒരു ജനത ഇവിടെ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. ജൻസി സമരത്തിൽ ആവേശഭരിതമാകുന്ന ഒരു ജനത നമ്മുടെ ഗതകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതിനേക്കാൾ പ്രഗത്ഭമായ പോരാട്ടങ്ങൾ നടന്ന ഒരു കഥ ഗതകാലങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഈ സമരത്തെ ഒന്നും മോശമായി കാണുകയല്ല. പ്രതിസന്ധികളിലെ പോരാട്ടങ്ങൾ എന്നും അത്ഭുതകരമായ മുന്നേറ്റം നടത്തുന്നതാണ്. പ്രതിസന്ധികളിലെ പോരാട്ടങ്ങൾക്ക് എന്നും അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാവും. അത് ഇച്ഛാശക്തിയും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉള്ളതാണെങ്കിൽ അത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായി മാറും. അതാണ് 48 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ രാജ്യത്തിന്റെ നവകാലിയുടെ തെരുവിലേക്ക് ചെന്നിട്ട് അവിടെ രക്തം പുരണ്ടു കിടക്കുന്ന തെരുവിലേക്ക് വന്നൊരു പുതിയ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരം ലോകം ചർച്ച ചെയ്ത സമരമാണ്. കാരണം സഹനത്തിൻ്റെതാണ്, പോരാട്ടത്തിൻ്റെതാണ്. ആ രാജ്യം ആവശ്യപ്പെടുന്ന സമരമാണ്, ആ കാലം ആവശ്യപ്പെടുന്ന ഒരു സമരമാണ്. എന്ന് ശോഷം വാഞ്ചുവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരം അങ്ങനെ ഒരു സമരമാണ്. കാലം ആവശ്യപ്പെടുന്ന, സമയം ആവശ്യപ്പെടുന്ന, ഈ തെരുവ് ആവശ്യപ്പെടുന്ന സമരത്തിനാണ് അവർ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ശ്രദ്ധ മുഴുവൻ അതിലേക്ക് ചെന്നത്. അതുപോലെയാണ് 47 വിഭജനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാലഘട്ടങ്ങളിൽ ഒരു പുതിയ സമരത്തിന് ഗാന്ധി നേതൃത്വം കൊടുത്തത്. ആ ഗാന്ധി നേതൃത്വം കൊടുത്ത സമരം ഈ സ്വതന്ത്ര ഇന്ത്യയിലാണ്. ഏതാണ് ഈ രാജ്യം? ഈ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിലാണ് ഒരു പുതിയ പോരാട്ടത്തിന് പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തത്. എന്തിനാണ് ഗാന്ധി ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത്? ഉത്തരം ഒന്നേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ വിഭജനത്തിന്റെ കാരണം ഇവിടുത്തെ മുസ്ലിം സമുദായമാണ്. അവർ ഈ രാജ്യം വിട്ടു പോകണം എന്നൊരു പുതിയ മുദ്രാവാക്യം ഇന്ത്യയിൽ ഉയർന്നു കേട്ടു. ആ ഉയർന്നു കേട്ട മുദ്രാവാക്യത്തിന്റെ പേര് രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹം കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. നവകാലിയുടെ തെരുവുകൾ രക്തപ്പുഴകളായി മാറി. അവിടുത്തെ പഞ്ചാബിന്റെ കരിമ്പും തോട്ടങ്ങൾ മനുഷ്യരുടെ മയ്യത്തുകൾ കൊണ്ട് കബന്ധങ്ങൾ കൊണ്ട് കുന്നുകൂടിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിനകത്ത് രാമചന്ദ്ര ഗുഹ പറയുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ വിഭജനാനന്തരം രാജ്യത്തിന്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഗാന്ധി എന്ന മനുഷ്യന് പുതിയ സമരത്തിന് ഇറങ്ങിയത്. ഗാന്ധിയുടെ സമരമുദ്രാവാക്യം എന്തായിരുന്നു? ഗാന്ധി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്, അത് ഹിന്ദുവിൻ്റെതല്ല, മുസൽമാൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്. സ്വതന്ത്ര ഇന്ത്യൻ ആദ്യത്തെ സമരത്തിന് ഗാന്ധി നേതൃത്വം കൊടുത്തു. അതൊരു പക്ഷേ അന്നത്തെ ജൻസിയുടെ സമരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അന്ന് കാലം ആവശ്യപ്പെട്ട സമരം അതായിരുന്നു. ഒരു ജനതയ്ക്ക് ഇവിടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ജനതയ്ക്ക് വേണ്ടി ഗാന്ധി ഇരുന്ന സമരം ആ കാലത്തിന്റെ ജൻസി സമരമാണ്. ഇന്ന് 2026 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന ഒരു പുതിയ സമരം, ഒരു പക്ഷേ നീറ്റ് സമരത്തിന്റെ പേരിലാണ് അങ്ങനെ സമരം ആരംഭിച്ചതെങ്കിൽ കാലത്തിന്റെ മുദ്രാവാക്യത്തോട് നീതി പുലർത്തുന്ന ഏത് സമരവും ആ കാലത്തിന്റെ സമരമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തിന് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി നടത്തിയ സമരമാണ്. മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാനത്തിന് ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ഞങ്ങൾ പഞ്ചാബിൽ പോയപ്പോൾ പാർട്ടീഷൻ മ്യൂസിയത്തിൽ പോയി. നിങ്ങൾ പറ്റുമെങ്കിൽ അവിടെ പോകണം. പഞ്ചാബിലെ പാർട്ടീഷൻ മ്യൂസിയത്തിന് മനോഹരമായ കുറേ ചിത്രങ്ങളുണ്ട്. അതിലൊരു ചിത്രം